നമസ്കാരം. പൊളിറ്റിക്കൽ കഹാനിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. കേരളത്തിലെയും ദേശീയ തലത്തിലുമായി ഏറെ ചർച്ച ചെയ്യപ്പെട്ട കോൺഗ്രസ് നേതാവായിരുന്നു കെ കരുണാകരൻ. തൃശ്ശൂരായിരുന്നു കെ കരുണാകരൻ്റെ തട്ടകം. കണ്ണൂരിൽ നിന്നും ചിത്രകല പഠിക്കാനും കണ്ണിൻ്റെ ചികിത്സയ്ക്കുമായി തൃശ്ശൂരിലെത്തിയ കരുണാകരൻ തൻ്റെ രാഷ്ട്രീയ പൈതൃകം വളർത്തിയെടുത്തതും തൃശ്ശൂരിൽ നിന്നായിരുന്നു. ഈ എപ്പിസോഡിൽ കരുണാകരൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലെ വിജയ പരാജയങ്ങളെ അപഗ്രഥിക്കുകയാണ് വിൻസെന്റ് പുത്തൂർ. കെ കരുണാകരൻ എന്ന രാഷ്ട്രീയത്തിലെ മഹാപ്രതിഭയുടെ വളർച്ച ആരെയും അത്ഭുതപ്പെടുത്തും. ട്രേഡ് യൂണിയൻ രംഗത്ത് അദ്ദേഹം ശക്തമായ സാന്നിധ്യമായി. INTUCയുടെ ഒരു കൊടി നാട്ടുകയെന്നതുപോലും എളുപ്പമല്ലാത്ത കാലത്താണ് കരുണാകരൻ കോൺഗ്രസ് യൂണിയൻ ഉണ്ടാക്കുന്നത്. പൊളിറ്റിക്കൽ കഹാനിയിലേക്ക്. കെ കരുണാകരൻ കണ്ണൂരിലെ കല്യാശ്ശേരിയിൽ നിന്ന് തൃശ്ശൂരിൽ വരുന്നത് ശരിക്കു പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കണ്ണിന് അസുഖമുണ്ടായിരുന്നു. ആ കണ്ണ് ചികിത്സ നടത്താൻ വേണ്ടിയിട്ടാണ് വരുന്നത്. പിന്നെ ചിത്രകല പഠിക്കണം, വി ശങ്കരമേനോൻ്റെ കീഴിൽ ചിത്രകല പഠിക്കണം, ഇത്തരം ആഗ്രഹങ്ങളാണ്. പിന്നീട് ആദ്യകാലത്ത് അദ്ദേഹം ഒരുപാട് ട്രേഡ് യൂണിയനുകൾ രംഗത്ത് ശക്തമായ ഒരു സാന്നിധ്യമായിരുന്നു. ഇപ്പോൾ അന്തിക്കാട് എന്ന് പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വലിയ കോട്ടയാണ്. അവിടെ കരുണാകരൻ INTUCയുടെ ഒരു കൊടി നാട്ടുകയാണ്. എളുപ്പമല്ല. അന്തിക്കാട് പോലത്തെ സ്ഥലത്ത് കോൺഗ്രസിന് INTUCയുടെ ഒരു കൊടി നാട്ടുക എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. അവിടെ ഒരു യൂണിയൻ ഉണ്ടാക്കാൻ കരുണാകരന് കഴിഞ്ഞു എന്നുള്ളത് ചില്ലറ കാര്യമല്ല. തട്ടിൽ എസ്റ്റേറ്റ്, അവിടെ യൂണിയൻ ഉണ്ടാക്കുന്നു, അതിൻ്റെ മാനേജർ കൊല ചെയ്യപ്പെടുന്നു, ഒട്ടേറെ സംഭവങ്ങൾ വേറെയുണ്ട്. സീതാറാം മില്ലിൽ യൂണിയൻ ഉണ്ടാക്കുന്നു. ഇതൊക്കെ കമ്മ്യൂണിസ്റ്റ് കോട്ടകളാണ്. ചാക്കോള സിൽക്ക് ഹൗസിൽ യൂണിയൻ ഉണ്ടാക്കുന്നു. അന്ന് കരുണാകരൻ സീതാറാം മില്ലിൽ സമരമുണ്ടാകുന്നത് INTUCയിൽപ്പെട്ട 5 തൊഴിലാളികളെ സെക്ഷൻ മാറ്റി എന്നുള്ള കാരണം മാത്രമാണ്. വേറെ കാരണമൊന്നുമില്ല. 1958 മെയ് 16 സീതാറാം മില്ലിലെ സമരം പ്രഖ്യാപിക്കുന്നത് INTUCയിലെ 5 തൊഴിലാളികളെ സെക്ഷൻ മാറ്റി എന്നുള്ളതാണ്. അത് ശക്തമായ സമരമായിട്ട് കരുണാകരൻ നയിക്കുന്നു. അവസാനം സീതാറാം മില്ല് കത്തുന്നു. ഒട്ടേറെ സംഭവവികാസങ്ങളുണ്ടാകും. തട്ടിൽ എസ്റ്റേറ്റ് സമരം, അതുപോലെ ഈ ചാക്കോള സിൽക്ക് ഹൗസ് സമരത്തിൻ്റെ കരുണാകരൻ സെറ്റിൽ ചെയ്തത് വളരെ ബുദ്ധിപരമായിട്ടാണ്. അത് ചാക്കോള പാലുരോനപ്പൻ്റെ മകളുടെ കല്യാണം നടക്കുമ്പോൾ കരുണാകരൻ ഫോൺ വിളിക്കുകയാണ് ചാക്കോള പാലുരോനപ്പന്. എൻ്റെ തൊഴിലാളികളുടെ പ്രശ്നം പരിഹരിക്കപ്പെട്ടിട്ടില്ല, ഞാൻ തൊഴിലാളികളുമായിട്ട് കല്യാണക്കെട്ട് നടക്കുന്ന പള്ളിയിലേക്ക് ഇപ്പോൾ വരുന്നുണ്ട് ജാഥയായിട്ട്. ഉടനെ പറയാണ്, ചതിക്കല്ലേ, എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും സെറ്റിൽ ചെയ്ത് തരാം, എൻ്റെ കല്യാണം അലങ്കോലപ്പെടുത്തരുതെന്ന് കരുണാകരൻ്റെ അടുത്ത് കേണപേക്ഷിക്കുകയാണ് ചാക്കോള പാലുരോനപ്പൻ. അവിടേക്ക് എത്തിക്കുന്നു. അപ്പോൾ തൊഴിലാളികളുടെ ഇടയിൽ സത്യസന്ധമായ പ്രവർത്തനം കരുണാകരൻ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ലീഡർഷിപ്പ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. പക്ഷേ എന്തുകൊണ്ടാണെന്ന് അറിയില്ല, തൃശ്ശൂർ അദ്ദേഹത്തിനോടൊരു നെഗറ്റീവ് അപ്രോച്ചാണ്. 1957 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിരുന്ന ഡോക്ടർ AR മേനോനോട് കരുണാകരൻ 2286 വോട്ടുകൾക്ക് പരാജയപ്പെട്ടു. അങ്ങനെ കന്നി അംഗം തന്നെ പരാജയം അടഞ്ഞു. പാർലമെന്റിലേക്ക് മത്സരിച്ചു, അവിടെയും തോറ്റു. കെ മുരളീധരൻ ഇവിടെ വന്ന് മത്സരിച്ചു, പാർലമെന്റിലേക്ക് അദ്ദേഹം തോറ്റു. വടക്കാഞ്ചേരിയിൽ 7 പ്രാവശ്യം തുടർച്ചയായിട്ട് KS നാരായണ നമ്പൂരിപ്പാടും ബലറാമൊക്കെ ജയിച്ചിരുന്ന കോൺഗ്രസിൻ്റെ ഉറച്ച മണ്ഡലമാണ്. അവിടെയും നമ്മുടെ വിദ്യുശക്തി മന്ത്രിയായിരുന്ന, ചരിത്രത്തിൽ ആദ്യമായിട്ട് വിദ്യുശക്തി മന്ത്രിയായിരുന്ന ഒരു മന്ത്രി ഉപതെരഞ്ഞെടുപ്പിൽ തോൽക്കുന്നു. പത്മജ മുകുന്ദപുരത്ത് തോൽക്കുന്നു. മുകുന്ദപുരം എന്ന് പറഞ്ഞാൽ 67 ആകെയുള്ള 17 ലോക്സഭാ സീറ്റിൽ 16 സീറ്റും LDFന് കിട്ടിയപ്പോൾ 1 സീറ്റ് കോൺഗ്രസിന് കിട്ടി. അത് മുകുന്ദപുരമായിരുന്നു. അവിടെ നിന്നാണ് പനമള്ളി ഗോവിന്ദമേനോൻ ജയിക്കുന്നതും ഇന്ത്യയുടെ നിയമമന്ത്രിയായിട്ട് മാറുന്നത്. അത്രയ്ക്ക് കോൺഗ്രസിന് ഉറച്ച സീറ്റായിരുന്നു മുകുന്ദപുരം. അവിടെ പത്മജ തോൽക്കുന്നു. 16,000-ൽ പരം വോട്ടുകൾക്ക് തേർമ്പിൽ രാമകൃഷ്ണൻ ജയിച്ച മണ്ഡലമാണ് തൃശ്ശൂർ. 1/4 നൂറ്റാണ്ടിലധികമായിട്ട് തേർമ്പിൽ രാമകൃഷ്ണൻ തൃശ്ശൂരിൻ്റെ MLA ആണ്.
ആ മണ്ഡലമാണ് 16,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തോടു കൂടി പത്മജയെ ഏൽപ്പിക്കുന്നു. പക്ഷെ പത്മജ 7,000 വോട്ടിന് കേൾക്കുന്നു. വീണ്ടും ബാലചന്ദ്രനോട് വീണ്ടും 1,000 വോട്ടിന് തോൽക്കുന്നു. ഇപ്പൊ കരുണാകരൻ തോൽക്കുന്നു, പത്മജ 2 പ്രാവശ്യം തോൽക്കുന്നു, മുരളി പാർലമെന്റിൽ 1 പ്രാവശ്യം, അസംബ്ലിയിൽ 1 പ്രാവശ്യം തോൽക്കുന്നു, പത്മജ പാർലമെന്റിൽ മുകുന്ദപുരത്തും ജയിച്ചു. മാളയിൽ നിന്ന് കരുണാകരൻ നിരന്തരമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു. അതിൻ്റെ ഒരു കാരണം മാളയിലെ കോൺഗ്രസിനകത്തുണ്ടായിരുന്ന ക്രൈസ്തവ നായർ ഉൾപാർട്ടി പകപോക്കലുകളും അതിൻ്റെ ചില വിലപേശലുകൾക്കൊക്കെ ഇടയിലൂടെ കരുണാകരന് കയറി വരാനായിട്ട് പറ്റി. അതാണ് ഉണ്ടായത്. പിന്നീട് കരുണാകരൻ ഡെമോക്രാറ്റിക് ഇന്ദിരാ കോൺഗ്രസ് ഉണ്ടാകുന്ന സമയത്ത് കരുണാകരൻ്റെ കൂടെ 35 MLA-മാരുണ്ടായിരുന്നു. പക്ഷെ DIC രൂപീകരിക്കുമ്പോൾ 9 MLA-മാരെ കൂടെ നിന്നുള്ളൂ, ബാക്കിയുള്ളവരൊക്കെ പോയി. പിന്നെ നമ്മുടെ TM ജേക്കബിൻ്റെ 2 MLA-മാർ, TM ജേക്കബും ജോണി നെല്ലൂർ ഇതിൽ ലയിച്ചു. അങ്ങനെ 11 MLA-മാരെ. പക്ഷെ ആ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ LDF-ഉമായി സഖ്യമുണ്ടാക്കിയപ്പോൾ അത് CPM-ന് വലിയ നേട്ടമുണ്ടാക്കി കൊടുത്തു. അന്ന് വരെ ഒരിക്കൽ പോലും ജയിക്കാത്ത ചില പഞ്ചായത്തുകൾ, ചില മുനിസിപ്പാലിറ്റികൾ ഒക്കെ DIC-യുടെ സഹായത്തോടു കൂടി CPM-ന് ലഭിച്ചു. അങ്ങനെയാണ്. മാത്രമല്ല, സഹകരണ സംഘങ്ങൾ, കോൺഗ്രസ് പൂർണ്ണമായിട്ട് ജയിച്ചിരുന്ന ചില സഹകരണ സംഘങ്ങൾ CPM-ന് പിടിച്ചെടുക്കാനായിട്ട് പറ്റി. അതാണ് ഉണ്ടായത്. പിന്നീട് ആന്റണി കോൺഗ്രസ് വന്നപ്പോഴും CPM-ആയിട്ട് സഖ്യമുണ്ടാക്കിയപ്പോൾ CPM-നുണ്ടായ നേട്ടം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സഹകരണ മേഖല പിടിച്ചെടുക്കാൻ പറ്റിയെന്നുള്ളതാണ്. കോൺഗ്രസ് ഭരിച്ചിരുന്ന ബാക്കിയുള്ള സംഘങ്ങൾ കൂടി ആന്റണിയുമായുള്ള സൗഹൃദത്തിൻ്റെ പേരിൽ BJP ഇവിടെ CPM-ൻ്റെ കയ്യിൽ വരാണ് ഉണ്ടായത്. പക്ഷെ DIC ഉണ്ടാക്കി LDF-ഉമായി സഖ്യമുണ്ടാക്കിയപ്പോൾ കരുണാകരനെ കണക്കുകൂട്ടലുകൾ തെറ്റി. അസംബ്ലി തെരഞ്ഞെടുപ്പിൽ സഖ്യമുണ്ടാക്കാൻ CPM തയ്യാറായില്ല. അവർക്ക് ഒട്ടേറെ ഭയമുണ്ടായി. മുരളി മുഖ്യമന്ത്രി സ്ഥാനം ചോദിക്കുമോ, വിലപേശുമോ, കോൺഗ്രസ്സുകാർ പ്രശ്നമുണ്ടാക്കുമോ, ഇടയ്ക്ക് വെച്ചിട്ട് അവരെ പിൻവലിക്കുമോ, ഒട്ടേറെ സംശയങ്ങൾ അവർക്കുണ്ടായതിൻ്റെ പേരിൽ വീണ്ടും ഇന്ദിരാ കോൺഗ്രസിൽ തന്നെ സഖ്യമുണ്ടാക്കി 19 സീറ്റിൽ മത്സരിച്ചതിൽ 18 സീറ്റിലും തോറ്റു. ആകെ തോമസ് ചാണ്ടി മാത്രം കുട്ടനാടിയിൽ നിന്ന് ജയിക്കാനുണ്ടായത്. അപ്പോൾ അതിനോടുകൂടി കരുണാകരൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഒരു മങ്ങലേൽക്കാൻ തുടങ്ങി. പിന്നെ ഡെമോക്രാറ്റിക് ഇന്ദിരാ കോൺഗ്രസ് കൊണ്ടുപോയി NCP-യിൽ ലയിപ്പിക്കുന്നു. പിന്നെ NCP-യുടെ ഒരു വിഭാഗം വീണ്ടും കോൺഗ്രസിലേക്ക് തിരിച്ചു വരുന്നു. കരുണാകരൻ അവസാനം വരെ ഒരു ഗവർണർ സ്ഥാനം കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് മരണം വരെ കോൺഗ്രസ് കൊടുത്തില്ല. കരുണാകരൻ തന്നെ ഒരിക്കൽ വിഷമത്തോടുകൂടി പറഞ്ഞു, ഒരു 3 രൂപയുടെ മെമ്പർഷിപ്പാണ് ഞാൻ ചോദിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലത്തെ ഒരു ഘട്ടം കരുണാകരന് വരെ ഉണ്ടായിട്ടുണ്ട്. കരുണാകരൻ്റെ വേറൊരു പ്രത്യേകത, കോൺഗ്രസ് പിളരുന്നതിന് മുമ്പ് കോൺഗ്രസിൻ്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായിരുന്നു നീലം സജീവ് റെഡ്ഡി. കോൺഗ്രസിൻ്റെ 9 പേരടങ്ങുന്ന ഹൈക്കമാൻഡിലെ 5 പേര് സജീവ് റെഡ്ഡിയുടെ പേരാണ് നിർദ്ദേശിച്ചത്. 21 പേരുള്ള വർക്കിംഗ് കമ്മിറ്റിയിലെ 11 പേര് സജീവ് റെഡ്ഡിയുടെ പേരാണ് അംഗീകരിച്ചത്. അങ്ങനെ കോൺഗ്രസിൻ്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായിട്ട് നീലം സജീവ് റെഡ്ഡി വന്നു. കേരളത്തിൽ അന്ന് കോൺഗ്രസിനുണ്ടായിരുന്ന കരുണാകരനടക്കം 9 MLA-മാരും സജീവ് റെഡ്ഡിക്കാണ് വോട്ട് ചെയ്തത്. അതുകൊണ്ടാണ് ഒരിക്കൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ K. മുരളീധരനോട് പറഞ്ഞ ഒരു വാചകമുണ്ട്, കരുണാകരൻ ഇന്ദിരാ കോൺഗ്രസ് ആകുന്നതിന് മുമ്പ് ഞാൻ ഇന്ദിരാ കോൺഗ്രസ് ആയിട്ടുണ്ട്. അതിന് മുരളി കളിയാക്കി, അണ്ടിയാണോ മൂത്തത്, മാവാണോ ആദ്യം ഉണ്ടായത് എന്ന പോലെയാണ് മുല്ലപ്പള്ളി സംസാരിക്കുന്നതെന്ന് പറഞ്ഞു. മുല്ലപ്പള്ളി പറഞ്ഞു ശരിയാണ്. കരുണാകരൻ ആദ്യം സംഘടനാ കോൺഗ്രസ് പക്ഷത്തായിരുന്നു. കാരണം കരുണാകരൻ ഉൾപ്പെടെ 9 പേര് വോട്ട് ചെയ്തത് സജീവ് റെഡ്ഡിക്കാണ്, VV ഗിരിക്കല്ല. പിന്നീട് കരുണാകരൻ പനമ്പള്ളി ഗോവിന്ദ മേനോന്റെ സ്വാധീനം കൊണ്ട് ഇന്ദിരാ കോൺഗ്രസിലേക്ക് പോവുകയാണ് ഉണ്ടായത്. അതിനെക്കുറിച്ച് KVK പണിക്കർ പറഞ്ഞത്, KVK പണിക്കരും കരുണാകരനും കൂടി ഡൽഹിക്ക് പോയപ്പോൾ പനമ്പള്ളി കരുണാകരനെ മാത്രം വിളിച്ചു കൊണ്ടുപോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ കരുണാകരൻ ഇന്ദിരാ കോൺഗ്രസ് ആയിട്ട് തിരിച്ചു വന്നു എന്ന് തമാശയ്ക്ക് പറയാറുണ്ട്. ഇതാണ് കാര്യം. അപ്പോൾ കരുണാകരന് പിന്നീട് ഉണ്ടായിരുന്ന പിന്നീട് അദ്ദേഹം
82-ലെ NDP, SRP തുടങ്ങിയ കക്ഷികളെയൊക്കെ ഇവിടുത്തെ ജാതി സംഘടനകളെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാക്കി മാറ്റിക്കൊണ്ട് അവരുടെ പിന്തുണയോടുകൂടി ഭരണം പിടിച്ചെടുക്കാനായിട്ട് ശ്രമിക്കുകയും അതിലൊരു പരിധിവരെ വിജയിക്കുകയും ചെയ്തു. പിന്നീട് കരുണാകരൻ തന്നെ ആ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയൊക്കെ ശവസംസ്കാരവും നടത്തി. SRP അതോടുകൂടി അവസാനിച്ചു, NDP അതോടുകൂടി അവസാനിച്ചു. കാരണം ഇവരെയൊക്കെ നിലനിർത്തി കഴിഞ്ഞാൽ അത് വലിയ ഭീഷണിയാണെന്ന് കരുണാകരന് തോന്നി. ഒരു കാര്യം ഞാൻ നിഷേധിക്കുന്നില്ല, കരുണാകരൻ പാർട്ടിയെ സ്നേഹിച്ചിരുന്നു. അദ്ദേഹം പാർട്ടിയെ സ്നേഹിച്ചിരുന്നു. കോൺഗ്രസിന് ഭീഷണിയാകുന്നു എന്ന് മനസ്സിലായപ്പോഴാണ് അദ്ദേഹം SRPയെയും NDPയെയും അവസാനിപ്പിക്കാൻ തീരുമാനിച്ചത്. കാരണം കോൺഗ്രസിൽ ഒരാൾക്ക് സീറ്റ് നിഷേധിച്ചു കഴിഞ്ഞാൽ അവൻ ഈഴവനാണെങ്കിൽ പിറ്റേ ദിവസം വന്നിട്ട് പറയണത് SRPയുടെ കോട്ടയിൽ എന്നെ സ്ഥാനാർത്ഥിയാക്കണം, SRP തീരുമാനിച്ചിട്ടുണ്ട്, ഞാനവിടുത്തെ സ്ഥാനാർത്ഥി. അങ്ങനെ കോൺഗ്രസ്സുകാരന് ഈഴവനാണെങ്കിൽ പിറ്റേ ദിവസം SRP ആയി മാറുന്നു, നായരാണെങ്കിൽ NDP ആയി മാറുന്നു. ഇത് ഭീഷണിയാണ് എന്ന് മനസ്സിലാക്കിയ കരുണാകരൻ ഇവരിന് അധിക കാലം കൊണ്ടു നടക്കണ്ട എന്ന് മനസ്സിലാക്കി അത് രണ്ടും കൂടെ അവസാനിപ്പിക്കുകയാണ് ഉണ്ടായത്. പക്ഷെ പിൽക്കാലത്ത് അവസാന കാലഘട്ടത്തിലെ കരുണാകരൻ്റെ കാര്യങ്ങൾ വളരെ ബുദ്ധിമുട്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ മങ്ങലേറ്റു. അദ്ദേഹത്തിൻ്റെ സ്വന്തം നാടായ മാളയിൽ നിന്ന് പോലും വേണ്ടത്ര പിന്തുണ അദ്ദേഹത്തിൻ്റെ പുതിയ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് കിട്ടിയില്ല. അവസാനം അദ്ദേഹം കോൺഗ്രസിൽ തന്നെ ചെന്ന് അഭയം തേടുകയാണ് കരുണാകരൻ വിളിച്ചുണ്ടായിരുന്നത്. 1967 ഉണ്ടായിരുന്ന 9 MLA-മാരിലെ കെ കരുണാകരൻ്റെ ഒപ്പം നിന്നിരുന്നത് ഒന്ന് മാളയിൽ നിന്ന് ജയിച്ച കെ കരുണാകരൻ, അതുപോലെ തന്നെ പറവൂരിൽ നിന്ന് ജയിച്ച KT ജോർജ്, ചാലക്കുടിയിൽ നിന്ന് ജയിച്ചിട്ടുള്ള PP ജോർജ്, അതുപോലെ ദേവികുളത്ത് നിന്ന് ജയിച്ചിട്ടുള്ള N ഗണപതി. മറുഭാഗത്ത് അലക്സാണ്ടർ പറമ്പിത്തറ എറണാകുളത്ത് നിന്ന് ജയിക്കുന്നു, കല്ലൂപ്പാറയിൽ നിന്ന് ഡോക്ടർ ജോർജ് തോമസ് ജയിക്കുന്നു, പാറശാലയിൽ നിന്ന് ജമാലിയോൻ ജയിക്കുന്നു, നെയ്യാറ്റിൻകരയിൽ നിന്നിട്ട് R ഗോപാലകൃഷ്ണൻ നായർ ജയിക്കുന്നു. അങ്ങനെ 4-4 നിൽക്കുന്നു. NI ദേവസ്വക്കുട്ടി നിഷ്പക്ഷത പാലിക്കുന്നു. അവസാനം കെ കരുണാകരൻ NI ദേവസ്വക്കുട്ടിയെ സ്വാധീനിച്ച് 5 പേരുടെ പിന്തുണ നേടി. അങ്ങനെ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവായിട്ട് കരുണാകരൻ വരുന്നു. ഉപനേതാവായിട്ട് കല്ലൂപ്പാറയിൽ നിന്ന് ജയിച്ച ജോർജ് തോമസ് വരുന്നു. പിന്നീട് ആ കെ കരുണാകരൻ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവിൽ നിന്ന് ലീഡറായി വളരുകയാണ്. ഈ തട്ടിൽ എസ്റ്റേറ്റ് മാനേജരെ കൊന്ന കേസിൽ കരുണാകരൻ പ്രതിയായിരുന്നു. കരുണാകരൻ്റെ കാറ് അന്ന് ഓടിച്ചിരുന്നത് നമ്മുടെ CPM-ൻ്റെ രാജ്യസഭാ മെമ്പറായ ജോൺ ബ്രിട്ടാസിൻ്റെ ഭാര്യയുടെ അച്ഛനായിരുന്നു. ജോൺ ബ്രിട്ടാസിൻ്റെ ഭാര്യയുടെ അച്ഛനായിരുന്നു അന്ന് കരുണാകരൻ്റെ കാറ് ഓടിച്ചിരുന്നത്. ആ കരുണാകരൻ്റെ കാറിലാണ് മാടക്കത്രയിൽ നിന്ന് ആ കൊലക്കേസിലെ 1-ാം പ്രതിയായ അലിയെ കൊണ്ടുവന്നത്. ആ അലിയാണ് തട്ടിൽ എസ്റ്റേറ്റിൻ്റെ മാനേജരെ കുത്തുന്നത്. ഇതിനവിടുത്തെ സ്വീപ്പർ സാക്ഷിയാണ്. അപ്പം അലിയെ കൊണ്ടുവരുന്നത് ജോൺ ബ്രിട്ടാസിൻ്റെ ഭാര്യയുടെ അച്ഛൻ ഓടിച്ചിരുന്ന അച്ഛനായിരുന്നു ഡ്രൈവർ. അദ്ദേഹം പോയിട്ട് അലിയെ വിളിച്ചു കൊണ്ടുവരുന്നു. അത് കരുണാകരൻ്റെ വണ്ടിയായിരുന്നു. പക്ഷെ കരുണാകരൻ ആ കേസിൽ ജയിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ KVK പണിക്കരും CN ബാലകൃഷ്ണനൊക്കെ കൂടി ചെയ്ത ഒരു സഹായമാണ്. അവനിശ്ശേരി ഖാദി നൂൽനൂൽപ്പ് കേന്ദ്രത്തിൻ്റെ തൊഴിലാളി യൂണിയൻ നേതാവായിരുന്നു കരുണാകരൻ. അപ്പം ഇവരൊരു മിനിറ്റ്സ് ഉണ്ടാക്കി. ഈ സംഭവം നടക്കുമ്പോൾ കരുണാകരൻ അവിടെ ഉണ്ടായിരുന്നില്ല. അവനിശ്ശേരിയിലെ ഖാദി നൂൽനൂൽപ്പ് കേന്ദ്രത്തിലെ അദ്ദേഹം യൂണിയൻ്റെ ജനറൽ ബോഡി യോഗത്തിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞ് മിനിറ്റ്സ് ഉണ്ടാക്കി. ആ മിനിറ്റ്സാണ് കരുണാകരനെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തിയത്. രാജൻ കേസ് പറഞ്ഞാൽ രാജൻ കേസിനെ കുറിച്ച് വളരെ കൃത്യമായിട്ട് പറയുന്നത് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ നേതാവായിരുന്ന എബ്രഹാം ബെൻഹറാണ്. ബെൻഹർ കിടന്നിരുന്ന മുറിയുടെ തൊട്ടമുറി മുരളി കണ്ണമ്പള്ളി കിടന്നിരുന്നു. KN കണ്ണമ്പള്ളിയുടെ മകനായിരുന്ന മുരളി കണ്ണമ്പള്ളി നക്സലൈറ്റ് മേധാവ് കിടന്നിരുന്നു. അതിനപ്പുറത്ത് രാജൻ്റെ മുറി, അതിനപ്പുറത്ത് സിവിക് ചന്ദ്രൻ കിടന്നിരുന്ന മുറി, ഇവരെല്ലാം ഉരുട്ടുകയായിരുന്നു.
കക്കയം ക്യാമ്പിൽ ഇവരെല്ലാവരും ബൻഹറെ ഉരുട്ടണു, രാജനെ ഉരുട്ടണു, അതുപോലെ തന്നെ മുരളി കണ്ണമ്പള്ളി ഉരുട്ടണു, സിവിക് ചന്ദ്രനെ ഉരുട്ടണു, വരിയായിട്ട് ഉരുട്ടുകയാണ്. അങ്ങനെ ഓർമ്മ അബ്രഹാം ബൻഹറിനൊക്കെ ഓർമ്മ നഷ്ടപ്പെട്ടു. ഓർമ്മ വെച്ചപ്പോൾ അവിടുത്തെ പോലീസുകാർ പറയുന്നൊരു വാചകം ബൻഹർ കേട്ടു. ആ വാചകം, ആ എഞ്ചിനീയർ പയ്യൻ്റെ കാറ്റുപോയി. അപ്പോഴാണ് മനസ്സിലായത് രാജനെ അവർ കൊന്നു. രാജൻ്റെ ഡെഡ് ബോഡി ഒരു ചാക്കിൽ കെട്ടി അവരവിടെ വെച്ചു. എന്താ ചെയ്യണ്ടേന്ന് അവർക്കറിയില്ലായിരുന്നു. പിന്നെയാണ് അവരത് പുലർച്ചെ കൊണ്ടുപോയിട്ട് ആ ഒരു കടലുണ്ട്, അവിടെ കൊണ്ടുപോയി അതിലെ വയറ് കീറി അത് ഒഴുക്കുകയാണ് ഉണ്ടായെന്നാണ് പറഞ്ഞത്. ആ ഡെഡ് ബോഡി പിന്നെ കിട്ടില്ല അത്രേ. അവിടെ ഈ ഒഴുക്കി കഴിഞ്ഞാൽ അതങ്ങനെ അങ്ങോട്ട് കൊണ്ടുപോയി കടലിൽ കൊണ്ടുപോയി ഇട്ടും, പിന്നെ അത് പൊങ്ങില്ല എന്നാണ് പറയുന്നത്. അങ്ങനെയാണെന്ന് പറഞ്ഞത്. അങ്ങനെയാണ് അത് സംസ്കരിച്ചത്. കേരളത്തിലെ നക്സലൈറ്റുകളോട് കരുണാകരന് എന്താണ് ഇത്ര വലിയ വൈരാഗ്യം ഉണ്ടായെന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല. കരുണാകരന് വ്യക്തിപരമായിട്ട് ഇവിടുത്തെ നക്സലൈറ്റുകളൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ അദ്ദേഹം നക്സലൈറ്റുകളെ തെരഞ്ഞു പിടിച്ച് അതിക്രൂരമായിട്ട് ഉപദ്രവിച്ചു. അതിൻ്റെ ഭാഗമാണ് രാജ്യനുണ്ടായിരുന്നത്. പോലീസ് ഉദ്യോഗസ്ഥന്മാർ അതിക്രൂരമായിട്ട്, ബൻഹറിനൊന്നും ഇപ്പോഴും നടക്കാൻ തന്നെ പറ്റുന്നില്ല. അതിന് ബൻഹർ സാക്ഷിയാണ്. രാജ്യം കേസ്, അതിന് കേരളത്തിൻ്റെ അന്നത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന കരുണാകരന് അതിൽ നിന്ന് ഒഴിയാൻ പറ്റില്ല. അതുപോലെ പാമോയിൽ കേസ്, ഈ കേസുകളൊക്കെ തന്നെ കരുണാകരനെ വല്ലാതെ വേദനിപ്പിച്ചിട്ടുണ്ട്. അവസാന കാലഘട്ടത്തിൽ ഇതൊക്കെ വലിയ പ്രശ്നം. അപ്പം ഞാൻ ഈ കരുണാകരൻ മരിച്ചപ്പോൾ ഞാൻ മാധ്യമത്തിൽ ഒരു കുറിപ്പ് എഴുതിയിരുന്നു. കരുണാകരൻ്റെ ഭൗതിക ശരീരം ചാരമായെങ്കിലും ഓർമ്മകൾ ചാരമാകുന്നില്ല. ഓർമ്മകൾ കേരള ചരിത്രത്തിൽ നിലനിൽക്കുന്നു. അതിൽ പ്രധാനം രാജൻ എവിടെ എന്ന ചോദ്യം തന്നെയായിരുന്നു. അതിന് ഈശ്വര വാര്യരോട് ഉത്തരവില്ലായിരുന്നു. ദേശീയ രാഷ്ട്രീയത്തിലെ മറ്റൊരു ചരിത്രം അടുത്ത എപ്പിസോഡിൽ കേൾക്കാം. നന്ദി, നമസ്കാരം.